കാട്ടാക്കടയിൽ 15-കാരനെ കാറിടിച്ചു കൊന്ന കേസിൽ ഇന്ന് വിധി പറയും. പൂവച്ചൽ സ്വദേശി ആദിശേഖരനെയാണ് ബന്ധുവായ പ്രിയരഞ്ജൻ മനഃപൂർവ്വം കാർ കയറ്റി കൊലപ്പെടുത്തിയത്. വഞ്ചിയൂർ അഡീഷണൽ സെഷൻസ് കോടതിയാണ് കേസിൽ വിധി പറയുക. 15 വയസ്സുകാരൻ ആദിശേഖരനെ മനഃപൂർവ്വം കാറിടിച്ചു കൊലപ്പെടുത്തിയ കേസിൽ വഞ്ചിയൂർ 6ാം അഡീഷണൽ സെഷൻസ് കോടതിയാണ് വിധി പറയുക. കേസിന്റെ വാദം പൂർത്തിയായ സാഹചര്യത്തിലാണ് വിധി പറയുന്നത്. കുട്ടിയുടെ അകന്ന ബന്ധു കൂടിയായ പൂവച്ചൽ സ്വദേശി പ്രിയരഞ്ജനാണ് കേസിലെ പ്രതി. 2023 ആഗസ്റ്റ് 30-ന് ആദിശേഖരനെ പ്രതി കാറിടിച്ചു കൊലപ്പെടുത്തിയെന്നാണ് കേസ്. പൂവച്ചൽ പുളിങ്കോട് ഭദ്രകാളി ക്ഷേത്രത്തിന്റെ മതിലിൽ പ്രിയരഞ്ജൻ മൂത്രമൊഴിച്ചത് ആദിശേഖർ ചോദ്യം ചെയ്തതിലുള്ള വൈരാഗ്യമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത്. സൈക്കിളിൽ മടങ്ങാനൊരുങ്ങിയ ആദിശേഖറിന്റെ ശരീരത്തിലൂടെ പ്രതി കാർ കയറ്റി ഇറക്കുകയുമായിരുന്നു. കാർ അബദ്ധത്തിൽ മുന്നോട്ട് നീങ്ങി കുട്ടിയെ ഇടിച്ചതാണെന്നായിരുന്നു പ്രതിയുടെ വാദമെങ്കിലും CCTV ദൃശ്യങ്ങളും ദൃക്സാക്ഷി മൊഴിയും നടന്നത് കൊലപാതകം തന്നെയെന്ന് തെളിയിച്ചു. കേസിൽ വിധി പറയുമ്പോൾ പ്രതിക്ക് പരമാവധി ശിക്ഷ നൽകണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം. ഈ കേസുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങളുമായി നമ്മളോടൊപ്പം വിഷ്ണു കരുണാകരൻ ചേരുന്നുണ്ട്. വിഷ്ണു, എന്താണ് കൂടുതൽ വിവരങ്ങൾ? വിദ്യാർത്ഥിയെ കൊലപ്പെടുത്തിയത് ഈ 2023 ഓഗസ്റ്റിലാണ്. ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ബന്ധുവായ പ്രിയരഞ്ജനെ പോലീസ് അന്ന് കസ്റ്റഡിയിലെടുത്തിരുന്നു. ഏതായാലും ബന്ധുവായ പ്രിയരഞ്ജനെതിരെ കടുത്ത നടപടികൾ സ്വീകരിക്കും എന്നുള്ള രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ നീങ്ങിയിരുന്നത്. ഇതിന് പ്രധാനമായ കാരണം തന്നെ ഈ കുട്ടി കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. സൈക്കിളിൽ പോകുന്ന സമയമാണ്. വീടിനടുത്തുള്ള ക്ഷേത്രത്തിന്റെ പരിസരത്തായിരുന്നു. ഈ പരിസരത്ത് പ്രിയരഞ്ജൻ മൂത്രമൊഴിക്കാൻ ഇറങ്ങിയത് കുട്ടി ചോദ്യം ചെയ്തിരുന്നു. അതിനുള്ള പകയാണ് ഈ കുട്ടിയെ കാറടിച്ച് കൊലപ്പെടുത്താൻ കാരണമെന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. ഈ പകയുണ്ടാകാനുള്ള കാരണം തന്നെ ഈ കുട്ടിയുടെ കുടുംബവുമായി തന്നെ ഇയാൾ നേരത്തെയും വലിയ രീതിയിലുള്ള ഒരു വിരോധം വെച്ച് പുലർത്തിയിരുന്നു. അങ്ങനെ ഒരു അകൽച്ചയുള്ള ഒരു ബന്ധുവായിരുന്നു. അത്തരത്തിൽ തന്നെ ഈ കുട്ടിയെ കാണുമ്പോഴും കുട്ടിയുമായി ബന്ധപ്പെട്ട ഈ ഒരു തർക്കം ഉണ്ടാകുമ്പോൾ കുട്ടിയെ കൊലപ്പെടുത്താനുള്ള മാനസികാവസ്ഥ വളരെ പെട്ടെന്നുണ്ടാവുകയും വാഹനം സൈക്കിളിലേക്ക് ഇടിച്ചു കയറ്റി കുട്ടിയുടെ ശരീരത്തിലൂടെ കാർ കയറ്റി ഇറക്കി കൊലപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഇതിനുശേഷം പ്രതി അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചു. പക്ഷെ പ്രതിയെ പോലീസ് പിന്നീട് അറസ്റ്റ് ചെയ്യുകയായിരുന്നു. ഏതായാലും പ്രതി മയക്കുമരുന്നടക്കം ഉപയോഗിക്കുന്ന ആളാണെന്നും ഒക്കെയും ആ സമയത്ത് പ്രചാരണം നടന്നിരുന്നു. ഏതായാലും ഈ പ്രതിയെ ശരീരത്തിലൂടെ കാറ് കയറ്റി ഇറക്കി കൊലപ്പെടുത്തിയത് മനഃപൂർവ്വമാണ് എന്ന് പോലീസിന് കണ്ടെത്താൻ സാധിച്ചു. അതിനുശേഷമാണ് കേസിട്ട് വിചാരണ നടത്തിയത്. ഏതായാലും വിചാരണ കഴിഞ്ഞ ആഴ്ച തന്നെ പൂർത്തിയായിരുന്നു. അതിന്റെ ഭാഗമായി തന്നെ ഇന്ന് വിധി പ്രസ്താവന നടത്തുമെന്ന് അറിയിച്ചിരുന്നു. ഇന്നാണ് ശിക്ഷാവിധി നടപ്പിലാക്കുക. പ്രതി കുറ്റക്കാരനെന്ന് കോടതി കണ്ടെത്തിയിട്ടുണ്ട്. ഇന്ന് ശിക്ഷാവിധി നടപ്പിലാക്കുന്നതോടെ തന്നെ ഈ കൊലപാതകത്തിന്റെ കേസ് കൂടി പൂർണ്ണമാകും. ഏതായാലും വഞ്ചിയൂർ അഡീഷണൽ സെഷൻസ് കോടതിയാണ് കേസിൽ വിധി പറയുക. ശരി, വിഷ്ണു കരുണാകരനാണ് നമുക്ക് വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേർന്നത്.